നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ്. അപ്പം നമ്മൾ രണ്ട് പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. So today we can discuss the second method, the variable installment method. This method is also known as proportion method or fluctuating installment method. Okay, അപ്പോൾ നമ്മൾ നോക്കി ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? In case debentures are redeemable after the expiry of a certain specific period in lump sum. അങ്ങനെയാണെങ്കിൽ ലംസമായിട്ട് നമ്മൾ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഡിബെഞ്ചേഴ്സ് റെഡീം ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് ഓഫ് അതിൽ ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വലി എ പോർഷൻ ടു ഡിഫറെൻറ്റ് ഇയേഴ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ടെന്യൂർ. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് ഡിബെഞ്ചേഴ്സ് വെൻ ഡിബെഞ്ചേഴ്സ് ആർ റിഡീംഡ് ബൈ ആനുവൽ ഡ്രോയിങ്സ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ്സ്, ദ ടോട്ടൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ഓഫ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ഡിബെഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിബെഞ്ചേഴ്സ് റിഡീം ചെയ്യുകയാണെങ്കിൽ ഓരോ ഇയറിലും എത്രയാണോ ഡിബെഞ്ചർ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്, ആ ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചർ എമൗണ്ടിൻ്റെ റേഷ്യോയിലാണ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? വെൻ ഡിബെഞ്ചേഴ്സ് ആർ റെഡീമബിൾ എങ്ങനെയാണ് ബൈ ആനുവൽ ഡ്രോയിങ്സ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം, ഈ രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇഫ് ഡിബെഞ്ചേഴ്സ് ആർ ടു ബി റെഡീംഡ് ആഫ്റ്റർ 5 years ഇൻ ലംസം. അതായത് ഒരു നിങ്ങൾ ടോട്ടൽ ഡിസ്കൗണ്ട് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് 20,000 ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5%. അപ്പോൾ 20,000 ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ നമ്മളെ ഡിസ്കൗണ്ട് എത്ര വരും? 100 വരും. ഈ 100 rupees ഇപ്പോൾ 5 years കൊണ്ടാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ആ 5 years കൊണ്ട് 1000 ആണ് വരിക. ഈ 1000 rupees 5 years കൊണ്ട് ഈക്വൽ ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ഓരോ വർഷം നമ്മൾ 1000 ഡിവൈഡഡ് ബൈ 5 200 rupees വെച്ചിട്ട് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അതിനെയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയാം. ഇനി നേരെ മറിച്ചിട്ട് വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 5 lakh rupees ഡിബെഞ്ചേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 10%. അപ്പോൾ നിങ്ങളെ ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര ഉണ്ട്? ടോട്ടൽ ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു 5 lakh ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 50,000 ഉണ്ട്. ഇവിടെ ഡിബെഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട്. അതായത് ഓരോ വർഷം നിങ്ങൾ കൊടുക്കുന്ന ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ടോട്ടൽ 5 ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ ആണുള്ളത്. അത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എത്ര കൊടുക്കും? 1 lakh rupees കൊടുക്കും. സെക്കൻഡ് ഇയറിൽ 1 lakh കൊടുക്കും. തേർഡ് ഇയറിൽ 1 lakh, ഫോർത്ത് ഇയർ 1 lakh ആൻഡ് ഫിഫ്ത്ത് ഇയർ 1 lakh. അങ്ങനെ വെച്ചിട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് 1 lakh ആയിട്ടാണ് നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിലാണ് നിങ്ങൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്? ഡിബെഞ്ചേഴ്സിൻ്റെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പ്രൊപ്പോർഷൻ മെത്തേഡ് അല്ലെങ്കിൽ വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ എങ്ങനെയാണ് വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്? അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളെ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ്? 50,000 രൂപ. അപ്പോൾ ഓരോ വർഷം നിങ്ങൾ ഈ 1 lakh വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചർ എമൗണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എത്ര ഡിബെഞ്ചർ വരുന്നത്? 5 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഡിബെഞ്ചർ എന്ന് പറയുന്നത്. എത്രയാ? 5 lakh rupees. ഇനി ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 1 lakh അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ റിഡീംഡ് 1 lakh rupees. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത് ഈ 5 ലക്ഷം രൂപയിലേക്കുള്ള 1 ലക്ഷം രൂപ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയറിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ എന്ന് പറയാം, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിന്റെ തുടക്കത്തിൽ നമ്മളെ കയ്യിൽ ഇനി എത്രയാണ് ഡിബെഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്? 4 lakh ആയിരിക്കും. ഇനി അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ യു ഹാവ് അഗെയിൻ പെയ്ഡ് 1 lakh rupees. മനസ്സിലായോ? അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയറിന്റെ തുടക്കത്തിൽ ഇനി എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്? 3 lakh ആയിരിക്കും.
അതേപോലെ അടുത്ത വർഷം തേർഡ് ഇയർ എൻഡ് ആകുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ 2 lakh ആയി മാറും. പിന്നെ ലാസ്റ്റ് ഇയർ 5th ഇയറിൻ്റെ തുടക്കത്തിൽ എത്രയേ ഉണ്ടാവുള്ളൂ? 1 lakh. 5th ഇയർ എൻഡ് ആവുന്ന സമയത്ത് ആ 1 lakhും നിങ്ങൾ റിഡീം ചെയ്യും. അതോടുകൂടി ഡിബഞ്ചർ അവിടെ കഴിഞ്ഞു. ഡിബഞ്ചേഴ്സൊക്കെ റിഡീം ചെയ്ത് കഴിയും. അപ്പം ഇങ്ങനെ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്, ആനുവൽ ഡ്രോയിങ്സ് എന്ന് പറയാം, ആനുവൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഡിബഞ്ചർ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്? വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്കൗണ്ട്, ടോട്ടൽ ഡിസ്കൗണ്ട് ഓഫ് 50,000 ഒരു റേഷ്യോയിലാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാം. ഏതാണ് ആ റേഷ്യോ എന്നുള്ളത്? ഈ ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചറിൻ്റെ റേഷ്യോ ആണ്. അതായത് ഫസ്റ്റ് ഇയറിൽ എത്രയാണ്? 5 lakh, സെക്കൻഡ് ഇയർ ആയപ്പം 4 lakh, തേർഡ് ഇയറിൽ 3 lakh, ഫോർത്ത് ഇയറിൽ 2 lakh ആൻഡ് ഫസ്റ്റ് ഇയറിൻ്റെ തുടക്കത്തിൽ 1 lakh. ഇങ്ങനെയായിട്ടാണ് ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ റേഷ്യോ 5:4:3:2:1. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഡിസ്കൗണ്ട് ആയ 50,000 ഫസ്റ്റ് ഇയറിൽ എത്ര റൈറ്റ് ഓഫ് ചെയ്യും? അപ്പോൾ ഓരോ ഇയറിലും നമ്മൾ എങ്ങനെയാണ് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ എത്ര, സെക്കൻഡ് ഇയറിൽ എത്ര, തേർഡ് ഇയറിൽ 5 years ആയിട്ടാണല്ലോ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് 50,000. ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് ഇയറിലെ റേഷ്യോ എത്രയാണ് വരിക? 5 ടോട്ടൽ 15. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് 50,000 ഇൻറ്റു 5/15 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16,667. ഇനി സെക്കൻഡ് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഡിബഞ്ചർ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്കൗണ്ട് ഇൻറ്റു റേഷ്യോ. സെക്കൻഡ് ഇയറിലെ റേഷ്യോ എത്രയാവും? ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചറിൻ്റെ റേഷ്യോ ആണ് കേട്ടോ. 4/15 വരും. അത് 13,333 വരും. ഇനി തേർഡ് ഇയർ ആവുന്ന സമയത്ത് 50,000 ഇൻറ്റു റേഷ്യോ 3/15 ആവും. അതെന്ന് പറയുന്നത് 10,000 ആണ്. ഫോർത്ത് ഇയറിൽ 50,000 ഇൻറ്റു 2/15, that comes 6,667. and last year 50,000 into 1/15, അതായത് 3,333. അപ്പോൾ ഈ ടോട്ടൽ ഓരോ വർഷത്തെയും എമൗണ്ട് നിങ്ങൾ നോക്കൂ. ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട്, ഓരോ വർഷം റൈറ്റ് ഓഫ് ചെയ്യുന്ന ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഇറ്റ് ഡിക്രീസസ് പ്രൊപ്പോർഷനേറ്റ്ലി. അതായത് ഓരോ വർഷം നമ്മൾ ഡിബഞ്ചേഴ്സ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് റിഡീം ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത്രയും എമൗണ്ട് കുറയും. അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഡിസ്കൗണ്ടിലും ആ റിഡക്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഈ വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആനുവൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് നിങ്ങൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ഇൻ പ്രൊപ്പോർഷൻ ടു ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. ആ റേഷ്യോ കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം ഇന്ന്. ഈ പ്രൊപ്പോർഷൻ മെത്തേഡ് അല്ലെങ്കിൽ വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. On 1st Jan 2005, a limited company issued debentures of value of rupees 1 lakh at a discount of 6%. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര വരും? 1 lakh into 6%. 6,000 ആണ് ടോട്ടൽ ഡിസ്കൗണ്ട്. Debentures were repayable by annual drawings of rupees 20,000 made on 31st December each year. ഓരോ വർഷം 31st ഡിസംബറിൽ ആനുവൽ ഡ്രോയിങ്സ് ആയിട്ട്, അതായത് ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് 20,000 രൂപ വെച്ചിട്ട്. അപ്പോൾ ഓരോ വർഷം ഫസ്റ്റ് ഇയറിൽ 20,000 രൂപ കൊടുക്കും, വീണ്ടും 20,000 സെക്കൻഡ് ഇയർ ആകുമ്പോൾ അങ്ങനെ 5 വർഷം കൊണ്ടാണ് ഈ 1 lakh ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത്. ഡയറക്ടേഴ്സ് ഡിസൈഡഡ് ടു ചാർജ് ഡിസ്കൗണ്ട് ഈച്ച് ഇയർ വിത്ത് ആൻ എമൗണ്ട് പ്രൊപ്പോർഷനേറ്റ് ടു ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ഇയർ. അപ്പോൾ ഓരോ വർഷം ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണോ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഡിസ്കൗണ്ട് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. നിങ്ങളോട് പറയുന്നത് ഷോ ഡിസ്കൗണ്ട് അക്കൗണ്ട്.
ഡിസ്കൗണ്ട് അക്കൗണ്ട് ഇൻ ദ കമ്പനീസ് ലെഡ്ജർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ടോട്ടൽ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. വർക്കിംഗ് നോട്ട്സിൽ 1 lakh into 6%. പിന്നെ അതേപോലെ റേഷ്യോ, ഈ റൈറ്റ് ഓഫ് പേയുടെ റേഷ്യോ ഉണ്ടല്ലോ കണ്ടുപിടിക്കണം. റൈറ്റ് ഓഫ് പേയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാന്നാ പറയുന്നത്, എത്രയാണോ ഡിബെഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ, അപ്പോൾ അതാണ് കണ്ടുപിടിക്കണം. അപ്പോൾ 1 lakh ആണ് ഫസ്റ്റ് ഇയർ ബിഗിനിങ് ഉണ്ടാവുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങൾ 20,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് 80 ആയി മാറും. പിന്നെ സെക്കൻഡ് ഇയറിൽ വീണ്ടും നിങ്ങൾ 20,000 കൊടുത്താൽ തേർഡ് ഇയർ ബിഗിനിങ് ആവുന്ന സമയത്ത് 60,000 ആയി മാറി. ദെൻ തേർഡ് ഇയറിൽ 20 കൊടുത്തു കഴിഞ്ഞ് അറ്റ് ദ എൻഡ് ഓഫ് ദ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫോർത്ത് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചർ എമൗണ്ട് 40,000. പിന്നെ എങ്ങനെ വരും, ഫിഫ്ത്ത് ഇയർ ബിഗിനിങ് ആവുന്ന സമയത്ത് 20,000. ഫിഫ്ത്ത് ഇയർ എൻഡ് ആവുന്നതോട് കൂടിയിട്ട് എല്ലാം കൊടുത്തു കഴിയും. ഓക്കെ, ഇപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 5:4:3:2:1 ആണ്. അപ്പോൾ ഓരോ വർഷം റൈറ്റ് ഓഫ് ചെയ്യേണ്ട എമൗണ്ട് എത്ര, ഡിബെഞ്ചർ ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 6,000 ആണ്. 6,000 into 5/15, 6,000 into 4/15 ആൻഡ് സോ ഓൺ. അപ്പോൾ ഓരോ വർഷത്തെ റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഇനി ജേണൽ എൻട്രി എഴുതിയാൽ മതി. ജേണൽ എൻട്രി എഴുതാൻ പറയണേ ജേണൽ എൻട്രി മാത്രം മതി. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഡിസ്കൗണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ടോട്ടൽ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് 1st January 2005 6,000 എഴുതി. ഇനി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 31st December ആവുന്ന സമയത്ത് 2005 ആണ്. 31st December എന്ത് ചെയ്യണം, എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് 2,000. ക്ലോസ് ചെയ്യുക, ബാലൻസ് 4,000. ആ ബാലൻസ് 2016 Jan 1 ബ്രോട്ട് ഡൗൺ ചെയ്യുക. ഇനി 31st December 2006 എത്രയായി മാറിയിട്ടുണ്ടാവും, എത്രയാണ് ഡിബെഞ്ചർ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത്, 1,600. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുക, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക 2,400 ആണ്. അപ്പം 2007 ടു ബാലൻസ് ബ്രോ ഡൗൺ 2,400. ഇനി 2007 December 31st ആവുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട്, തേർഡ് ഇയറിൽ എമൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് 1,200 ആണ്. നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതിന് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റവന്യൂ പ്രോഫിറ്റ് എടുത്തിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുന്നത്. അപ്പോൾ ബാലൻസ് 1,200. അപ്പോൾ ഫോർത്ത് ഇയറിൽ ബിഗിനിങ് 2008 Jan 1 ടു ബാലൻസ് ബ്രോ ഡൗൺ 1,200. ഇനി 2008 December 31 ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർത്ത് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഡിസ്കൗണ്ട് എത്രയാ, 800. അപ്പോൾ അത് എഴുതുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് 400. അപ്പോൾ ഫിഫ്ത്ത് ഇയറിൽ നിങ്ങൾ എടുത്ത് എഴുതുക ടു ബാലൻസ് ബ്രോ ഡൗൺ 400 ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 400. ഫിഫ്ത്ത് ഇയറിലെ ഇൻട്രസ്റ്റ് അത്രയായിരുന്നു. അതോടുകൂടി ഡിസ്കൗണ്ട് മൊത്തം ഡിസ്കൗണ്ട് 6,000 രൂപയായിരുന്നു ടോട്ടൽ ഡിസ്കൗണ്ട്. ആ ഫിഫ്ത്ത് ഇയർ എൻഡ് ആവുന്നതോട് കൂടിയിട്ട് ടോട്ടൽ ഡിസ്കൗണ്ടും റൈറ്റ് ഓഫ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. പിന്നെ ബാലൻസ് ഒന്നുമില്ല, കണ്ടോ, നോ ബാലൻസ് ഇൻ ഡിബെഞ്ചർ അക്കൗണ്ട്. ഓക്കെ, താങ്ക് യു.